പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന റോഡിലേക്ക് പനമരം തള്ളിയിട്ടു. കോന്നി കൊക്കാത്തോട് റോഡിൽ ഗതാഗതം മുടങ്ങി. KSRTC ബസ് ഉൾപ്പെടെ റോഡിൽ കുടുങ്ങി. മരം വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായി. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, വലിയ പനയാണോ? സുജയ, ഇന്ന് പുലർച്ചെയാണ് പത്തനംതിട്ട കോന്നി കല്ലേലി നടുവത്തുമൂടി എന്ന സ്ഥലത്ത് ഒരു പനമരം റോഡിലേക്ക് വീണ നിലയിൽ കണ്ടെത്തിയത്. യാത്രക്കാർ റോഡിൽ കൂടി വന്നപ്പോഴാണ് ഇത് കണ്ടത്. കാട്ടാന ഈ വലിയ പനമരം റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഇതേ തുടർന്ന് കോന്നി കൊക്കാത്തോട് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ഈ പന വന്ന് വീണത് ഒരു വൈദ്യുതി കമ്പിയുടെ മുകളിലേക്കാണ്. അങ്ങനെ വൈദ്യുതി ബന്ധവും ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പുലർച്ചെ KSRTC ബസിന്റെ സർവീസ് ഈ റൂട്ടിലുണ്ട്. KSRTC ബസ് വന്നപ്പോഴും ഈ പനമരം റോഡിന് കുറുകെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് കോന്നി ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരമറിയിക്കുകയും കോന്നി ഫയർഫോഴ്സ് യൂണിറ്റ് ഈ പ്രദേശത്തേക്ക് എത്തി ഈ വലിയ പനമരം വെട്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കല്ലേലി കുളത്തുമൺ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം കുളത്തുമൺ ഭാഗത്ത് ജനങ്ങളും ഒപ്പം തന്നെ വനപാലകരും സംയുക്തമായി സംഘം രൂപീകരിച്ച് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്ന ദൗത്യം ഉൾപ്പെടെയുള്ളവ നടത്തിയിരുന്നു. മറ്റൊരു പരാതി ഇപ്പോൾ നാട്ടുകാർക്കുള്ളത്, ഈ പ്രദേശത്ത് കൈത കൃഷി വ്യാപകമാണ്. അപ്പോൾ ഈ കൈത കഴിക്കുന്നതിനായി കാട്ടിൽ നിന്നും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. അപ്പോൾ കൈത കൃഷി നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ അത് നിർബന്ധമാക്കണമെന്ന ഒരു ആവശ്യം കൂടി പ്രദേശവാസികൾക്കുണ്ട്. ഏതായാലും കഴിഞ്ഞ മഴ ശക്തമായ സമയത്തും ഈ കോന്നി ഈ കല്ലേലി ഈ വനപാതയിൽ മരങ്ങൾ ശക്തമായിട്ടുള്ള കാറ്റിൽ കടപുഴകി വീണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാട്ടാനയാണ് ഈ ഒരു വലിയ പനമരം കുത്തി റോഡിലേക്ക് ഇട്ടത്. ഏതായാലും ഇപ്പോൾ ഗതാഗത തടസ്സം മാറ്റാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ്. ആന ഒരു പനമരം തള്ളിയിട്ടു, വൈദ്യുതി ബന്ധം മുടങ്ങി, ഗതാഗതവും താറുമാറായി. ആന എന്നിട്ട് ആ വഴിക്ക് പോവുകയും ചെയ്തതാണ് സംഭവിച്ചത് കോന്നിയിൽ.